നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ 564 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ വരന്തരപ്പള്ളി സ്വദേശിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. മലയോരത്തെ നേന്ത്രവാഴ പച്ചക്കറി കർഷകരുടെ കൂട്ടായ്മയായ മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത് 4.5 കോടിയുടെ കാർഷികോൽപ്പന്നങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ 564 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്താകെ ആക്റ്റീവ് കോവിഡ് കേസുകൾ 4866 ആയി. ഇതിൽ 1487 രോഗികളും കേരളത്തിലാണ്. 24 മണിക്കൂറിനിടെ 114 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിനിടെ രാജ്യത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച 7 പേർ കൂടി മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 5 മാസം പ്രായമായ കുഞ്ഞും ഉൾപ്പെടുന്നു. ദില്ലിയിലാണ് ഈ കുഞ്ഞടക്കം 2 പേർ മരിച്ചത്. ന്യൂമോണിയ അടക്കം പല രോഗങ്ങളും കുഞ്ഞിന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ മറ്റ് 6 മരണങ്ങൾ 42-നും 87 വയസ്സിനും ഇടയിൽ ഉള്ളവരാണെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. വിവിധയിടങ്ങളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണങ്ങൾ കാണാം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ KM മുഹമ്മദ് റാഫി വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈ നട്ടു. കൊടകര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫലവൃക്ഷത്തൈ നട്ടു. സ്ഥിരസമിതി അധ്യക്ഷ ദിവ്യ ഷാജു, കൃഷി ഓഫീസർ J നയനതാര, പഞ്ചായത്ത് അംഗങ്ങളായ MM ഗോപാലൻ, ഷിനി ജെയ്സൺ, പ്രധാന അധ്യാപകൻ R ശ്രീകുമാർ, സീനിയർ അധ്യാപിക MT സോഫിയ, മാതൃസംഗമം പ്രസിഡന്റ് ലിൻസി സനിൽ, PTA അംഗങ്ങളായ KK ദൃശ്യ, ആതിര ഷാനു, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ KR ജയ, NR രേഖ, ജെൻസി എന്നിവർ സന്നിഹിതരായി. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി ഹരിതസ്മൃതി എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ഓർമ്മ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. 18 പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന് മരങ്ങൾ നട്ടു. അതിനോടൊപ്പം പഞ്ചായത്തിന്റെ ഹരിത അവാർഡുകളുടെ പ്രഖ്യാപനവും അവാർഡ് ദാനവും നടത്തി. 2024-2025 വർഷത്തിൽ 6 മേഖലകളിലായി പരിസ്ഥിതി സൗഹൃദപരമായ മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളെയാണ് പഞ്ചായത്ത് ഹരിത അവാർഡുകൾ നൽകി ആദരിച്ചത്. മികച്ച ഹരിത കർമ്മസേനാംഗങ്ങൾ: ലീല ശശി, രമ പുഷ്പാകരൻ. മികച്ച രീതിയിൽ ഹരിത കർമ്മസേനയോട് സഹകരിക്കുന്ന വ്യക്തി ജിജേഷ്, കാടക്കുളം ഹൌസ്. മികച്ച രീതിയിൽ ഹരിത കർമ്മസേനയോട് സഹകരിക്കുന്ന സ്ഥാപനം നെടുമ്പാൾ നവഭാരത് സൂപ്പർ മാർക്കറ്റ്. പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റ് നന്ദിക്കര GVHSS NSS യൂണിറ്റ്. കൂടുതൽ പാഴ്വസ്തു ശേഖരണം നടത്തിയ വാർഡുകൾ വാർഡ് 4, 11, 12, 16, 18. മികച്ച ഹരിത ഓഫീസ്, വെറ്റിനറി ഡിസ്പെൻസറി, പറപ്പൂക്കര എന്നീ മേഖലകളിലാണ് പഞ്ചായത്ത് ഹരിത അവാർഡുകൾ നൽകിയത്. നെടുമ്പാളിന്റെ മരമനുഷ്യൻ എന്നറിയപ്പെടുന്ന VK ജയനെ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി G സബിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. CDS ചെയർപേഴ്സൺ സരിത തിലകൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കനകമല വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു.
കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കനകമല വനസംരക്ഷണ സമിതി പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ്, കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, കോടശ്ശേരി പഞ്ചായത്ത് അംഗം TR ബാബു, VH അനൂപ്, ചട്ടിക്കുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദേവിക സംഘമിത്ര എന്നിവർ പ്രസംഗിച്ചു. തേശ്ശേരി AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ്, വൃക്ഷത്തൈ വിതരണം, പുസ്തക വിതരണം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി. ചെങ്ങാലൂർ GLP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിജയശ്രീ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ രതി ബാബു, പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, പ്രധാനാധ്യാപിക KR ദിവ്യ, PTA പ്രസിഡന്റ് KS സജീവൻ, MPTA പ്രസിഡന്റ് ആശ ബാബു, സീനിയർ അധ്യാപിക PJ ജിഷ്മ എന്നിവർ പ്രസംഗിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിജയശ്രീ കുട്ടികൾക്ക് വിത്തുകൾ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പറപ്പൂക്കര PVHSS സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ നടത്തി. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. യോഗത്തിൽ സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷനായി. കൃഷി ഓഫീസർ അനീറ്റ, കൃഷി അസിസ്റ്റന്റുമാരായ ബിജു ഡേവിസ്, AS സജിത, മധു മനോഹരൻ, പ്രധാനാധ്യാപിക ഡെമ്മി ജോൺ, മുൻ പ്രധാനാധ്യാപിക KS ഉദയ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലേഖ N മേനോൻ, PTA പ്രസിഡന്റ് CK ബിനീഷ്, അധ്യാപിക K ഗീത എന്നിവർ സന്നിഹിതരായി. വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വരാക്കര ക്ഷേത്രം യോഗം പ്രസിഡന്റും സ്കൂളിന്റെ രക്ഷാധികാരിയുമായ KV സുരേഷ്, മാനേജർ MI സുരേഷ്, ട്രഷറർ PV വിനേഷ്, ജോയിന്റ് സെക്രട്ടറി VV മനോജ്, സ്കൂൾ പ്രിൻസിപ്പൽ PD സ്മിത, വൈസ് പ്രിൻസിപ്പൽ M ദിവ്യ, പ്രധാനാധ്യാപിക OU സുജാത, വിദ്യാർത്ഥികളായ KS ശ്രീനന്ദ, ഋതിക ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. K നന്ദപ്രിയ പരിസ്ഥിതി ദിന പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു. K ശ്രേയ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന നൃത്താവിഷ്കാരവും KR നിരഞ്ജൻ കവിതാലാപനവും നടത്തി. കുട്ടികൾക്ക് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് UKG 1, 2 ക്ലാസുകളിലെ കുട്ടികൾക്കായി ഫാൻസി ഡ്രസ് മത്സരം നടത്തി. മാനേജ്മെന്റ് പ്രതിനിധികളും സ്കൂൾ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ്, സയൻസ് വിഭാഗം അധ്യാപകർ, കുട്ടികൾ എന്നിവർ ചേർന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. മുപ്ലിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഒരുക്കി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെറീന കളപ്പുരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകി എല്ലാവരും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള കവിത വിദ്യാർത്ഥിയായ വൈഗ മേനോൻ അവതരിപ്പിച്ചു. സ്കൂളിലെ കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് മാലിന്യ മലിനീകരണത്തെക്കുറിച്ചുമുള്ള ചിത്രങ്ങളും പോസ്റ്ററുകളും ഒരുക്കുകയും സ്കൂൾ ഗ്രൗണ്ടിൽ മരങ്ങൾ നടുകയും ചെയ്തു. SPC കോർഡിനേറ്റർമാരായ CM മഞ്ജു, AS അർജുൻ എന്നിവരുടെയും SPCയുടെ ആഭിമുഖ്യത്തിലും ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള റാലിയും സംഘടിപ്പിച്ചു. സയൻസ് ക്ലബ് ഭാരവാഹികളായ CR റിനി, CR റോസ്ലി, ഫെസ്റ്റി K ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, MPTA പ്രസിഡന്റ് ആര്യ അനീഷ്, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി ജോസി മാണി എന്നിവർ സന്നിഹിതരായി. വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയും പരിസ്ഥിതി ദിന ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. മരനടൽ പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം GUPS സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. മുപ്ലിയം മോഡൽ ഫോറസ്റ്റേഷൻ BFO ഐശ്വര്യ V ജയൻ ചാമ്പത്തൈ നട്ട് ചാമ്പമര തണൽ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. തുടർന്ന് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ക്ലാസ്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, പരിസ്ഥിതി ദിന ക്വിസ് വിത്ത് പന്തേറ് എന്നിവ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക റിൻസി ജോൺ, PTA പ്രസിഡന്റ് KV രാജു,
PTA വൈസ് പ്രസിഡന്റ് ഷാജി തോമസ്, അധ്യാപിക AK വിന്നി എന്നിവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പിള്ളി സെന്റ് പയസ് സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഫോറസ്റ്റ് ഓഫീസർമാരായ അശോകൻ, രതീഷ് എന്നിവർ സ്കൂൾ അങ്കണത്തിൽ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ റെനി തെരേസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കല്ലേറ്റുങ്കര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കല്ലേറ്റുങ്കര ജംഗ്ഷനിൽ പരിസ്ഥിതി അവബോധ ഫ്ളാഷ് മോബ്, കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈ നടീൽ, പോസ്റ്റർ മേക്കിംഗ്, ക്വിസ് മത്സരം എന്നിവ നടത്തി. പ്രിൻസിപ്പൽ R. ആശ, PR അനിൽകുമാർ, PA സാബു എന്നിവർ നേതൃത്വം നൽകി. വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് പുതുക്കാട് ടൗൺ ക്ലബ് പരിസ്ഥിതി ദിനം ആചരിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. റെയിൽവേ എഞ്ചിനീയർമാരായ VS സുഗു, ആന്റണി T. ജോസഫ്, സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി, വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, ഡിസ്ട്രിക്ട് ഭാരവാഹികളായ KL സുരേഷ്, വർഗീസ് കോക്കാടൻ, TR ലോറൻസ്, ക്ലബ് പ്രസിഡന്റ് K. മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതി ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയും പ്രകൃതി സംരക്ഷണ സമിതിയും ചേർന്ന് വെള്ളിക്കുളങ്ങര ഓട്ടോ സ്റ്റാൻഡിൽ ഔഷധ വൃക്ഷത്തൈകൾ നട്ടു. സാമൂഹിക പ്രവർത്തകൻ ജോയ് കാവുങ്കൽ ആദ്യ മരം നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി പൈങ്കയിൽ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ കമ്മിറ്റി അംഗം EH സഹീർ, റഷീദ് ഏറത്ത്, ഷാജു കാവുങ്ങൽ, നിസാർ കറുപ്പം വീട്ടിൽ, ജോസഫ് കുപ്പാപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള വേലൂപ്പാടം ഫീൽഡ് റിസർച്ച് സെന്ററിൽ പരിസ്ഥിതി ദിനാഘോഷവും വനവൃക്ഷത്തൈ വിതരണവും നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. FRC അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ VB ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PD രതീഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ജോഫി, FRC സയന്റിസ്റ്റ് ഇൻചാർജ് സിൽജോ ജോസഫ്, ടെക്നിക്കൽ ഓഫീസർ VC ജിനേഷ് എന്നിവർ സംസാരിച്ചു. വനവൃക്ഷ തൈകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫീൽഡ് റിസർച്ച് സെന്റർ സന്ദർശിച്ചു. ചെങ്ങന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിനോടൊപ്പം നടത്തി. വൃക്ഷത്തൈ നടീൽ, ഫ്ലാഷ് മോബ്, പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ റാലി, ഭൂമിക്ക് തണൽ തീർക്കൽ തുടങ്ങി പരിപാടികളും ഒരുക്കിയിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജിജോ മുരിങ്ങാത്തേരി, PTA പ്രസിഡന്റ് VR രബീഷ്, പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി, PTA അംഗം ശശി, അധ്യാപകരായ ഡെന്നി ഡേവിസ്, അനൂപ് C. വർഗീസ്, IT സീന, റീനു പോൾ, രമ M. ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ അയ്യപ്പൻ ക്ലാസ് നയിച്ചു. വിദ്യാലയത്തിന്റെ പ്രവർത്തന പരിധിയിലുള്ള 40 ഗ്രാമസമിതികളിലേക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കെടുത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K. രവീന്ദ്രൻ, KM സിദ്ധാർത്ഥൻ, സ്കൂൾ മാനേജർ C. രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ ഭൂമിത്ര സേന ക്ലബ്ബ്, NCC, NSS യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ഭൂമിത്ര സേന ക്ലബ്ബ് ഒരുക്കിയ ചടങ്ങിൽ പ്രിൻസിപ്പൽ ലിജോ ജോൺ ഫലവൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ഫാദർ ബിജു ആലപ്പാട്ട് ക്ലാസ് നയിച്ചു. NCC കേഡറ്റുകൾ കോളേജ് പരിസരം പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് ആക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി ദിനാചരണത്തിന് ഭൂമിത്ര സേന, NCC, NSS കോർഡിനേറ്റേഴ്സ് ലിൻഡോഷ് ജോൺ, KJ ജെൽസൺ, CV ബിബിൻ എന്നിവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളിൽ നിന്നും
കരയും കടലും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിന് പെൻഷൻ സമൂഹം പങ്കാളികളാകണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്രാധ്യാപകനുമായ കെ അനീഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. കെ നന്ദകുമാർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്നും ലഭിച്ച സസ്യ തൈകൾ കെ.ഒ. പൊറിഞ്ചു വിതരണം ചെയ്തു. കെ.വി. രാമകൃഷ്ണൻ, കെ.എം. ശിവരാമൻ, കെ. സുകുമാരൻ, ടി.എ. വേലായുധൻ, കെ. സദാനന്ദൻ, പി.വി. ശാർങ്ങധരൻ, ഐ.ആർ. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതശൈലിയിലൂടെ മാത്രമേ കാലാവസ്ഥ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനാകൂ. പ്രകൃതി സ്നേഹത്തിന്റെ അടയാളമായി നെടുമ്പാൾ തൊട്ടിപ്പാൾ റോഡരികിൽ തണൽ വിരിച്ചു നിൽപ്പുണ്ട് ജയനും കൂട്ടുകാരും വളർത്തിയ മരങ്ങൾ. കൊടും വേനലിലും നെടുമ്പാൾ തൊട്ടിപ്പാൾ റോഡിലെ ഈ പാടശേഖരത്തിന് സമീപത്തെത്തിയാൽ നല്ല കുളിർമയായിരിക്കും. ഈ മരത്തണലിൽ ആരും അല്പം നേരം നിന്നുപോകും. അത്രയ്ക്ക് ഹരിതാഭമാണ് പ്രദേശം. 2007 പറപ്പൂക്കര പഞ്ചായത്ത് അംഗമായിരുന്ന നെടുമ്പാൾ വടക്കൂട്ട് കൃഷ്ണൻകുട്ടിയുടെയും പാറക്കുട്ടിയുടെയും മകനായ ജയന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സഹകരണത്തോടെ നട്ടുപിടിപ്പിച്ച തൈകൾ ഇന്ന് വലിയ മരങ്ങളാണ്. മാവും പ്ലാവും മഹാഗണിയും ഞാവലും കുമിഴും ഉൾപ്പെട്ട മരങ്ങളാണ് ഇവിടെ തണൽ വിരിച്ചു നിൽക്കുന്നത്. സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തും വനം വകുപ്പും ചേർന്നാണ് അന്ന് തൈകൾ നട്ടുപിടിപ്പിച്ചത്. 2005-2010 കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായിരുന്ന ജയൻ 3-4 വർഷത്തോളം കടുത്ത വേനലിൽ സമീപത്തെ തോട്ടിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചാണ് ഈ ചെടികളത്രയും നട്ടുപരിപാലിച്ച് മരങ്ങളാക്കി മാറ്റിയത്. ഇന്ന് ജയനും കൂട്ടുകാരും നട്ടുവളർത്തിയ മരത്തണലിൽ വിശ്രമിക്കാനെത്തുന്ന യാത്രക്കാർ നിരവധിയാണ്. പരിസ്ഥിതി ദിനത്തിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള ആദരം നൽകി ജയനെ പറപ്പൂക്കര പഞ്ചായത്ത് ആദരിച്ചപ്പോൾ ഇത് തന്റെ കടമയാണെന്നും പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും ജയൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2007 നമ്മൾ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഞാനും ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ കുറച്ച് പ്രവർത്തകരും ചേർന്നിട്ടാണ് വനംവകുപ്പുമായി ചേർന്ന് ഇത്തരം ഒരു പ്രവൃത്തി ആരംഭിച്ചത്. അന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഫാമിലീസ്, ലോങ് യാത്രയൊക്കെ പോകുന്ന ഫാമിലീസ് ഈ മരത്തിൻ്റെ ചുവട്ടിൽ ആസ്വദിക്കുന്നത്, ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാലോ, കൃഷിയുമായി ബന്ധപ്പെട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യമായ ഒരു ഘടകമാണ്. ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മണ്ണെടുത്ത് തരിശായി കിടന്നിരുന്ന സമീപത്തെ പാടശേഖരങ്ങളിൽ നെൽകൃഷി ആരംഭിക്കുന്നതിനും ജയന്റെയും കൂട്ടുകാരുടെയും പ്രവർത്തനങ്ങൾ കാരണമായിരുന്നു. ചുമട്ടുതൊഴിലാളിയായ ജയൻ CITU പറപ്പൂക്കര മേഖല ജോയിന്റ് സെക്രട്ടറിയാണ്. പരിസ്ഥിതി ദിനമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മരം നടൽ യജ്ഞം എന്നായി കഴിഞ്ഞു എല്ലായിടത്തും. അതിനു പകരം എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാക്കുക. ജൂൺ 5 മാത്രമല്ല, ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഒരു തൈ നടുന്നതോ റോഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് എടുത്തു മാറ്റുന്നതോ നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുന്നതോ ഒക്കെ പരിസ്ഥിതി പ്രവർത്തനമാണ്. അതൊരു ശീലമാക്കിയാൽ, എല്ലാ ദിവസവും ചെയ്താൽ നാട് നന്നാവും. ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ജീവിത പരിസരങ്ങളെ കൂടി പച്ചപ്പണിയിക്കാനുള്ള ശ്രമങ്ങളാണ് നെടുമ്പാൾ സ്വദേശി ജയൻ എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണെന്ന് 2018 പ്രളയം മുതൽ നാം തിരിച്ചറിയുന്നുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതശൈലിയിലൂടെ മാത്രമേ കാലാവസ്ഥാ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനാകൂ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, MCTV ന്യൂസ്, പുതുക്കാട്. പൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ വരന്തരപ്പള്ളി സ്വദേശിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൈതവളപ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശിവാനന്ദനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2016 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന MD അന്ന രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടറായിരുന്ന SP സുധീരനാണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലൈസൺ ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു.
പോക്സോ നിയമപ്രകാരം 10 വർഷത്തെ കഠിന തടവിനും 50,000 രൂപ പിഴയും, പിഴയൊടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത്. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. പിഴ സംഖ്യ ഈടാക്കിയാൽ ആയത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ അതിജീവിതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്. മലയോരത്തെ നേന്ത്രവാഴ പച്ചക്കറി കർഷകരുടെ കൂട്ടായ്മയായ മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത് 4.5 കോടിയുടെ കാർഷികോൽപ്പന്നങ്ങൾ. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായയും പച്ചക്കറിയും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന കർഷക കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. 350ഓളം കർഷകരാണ് സമിതിയിൽ അംഗങ്ങളായി ഉള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1069 ടൺ ഉൽപ്പന്നങ്ങളാണ് കർഷകർ ഉൽപ്പാദിപ്പിച്ച് സമിതിക്ക് കീഴിലെ സ്വാശ്രയ ചന്തയിലൂടെ വിൽപ്പന നടത്തിയത്. 22 ഇനങ്ങളിലായുള്ള 793 ടൺ പഴവർഗ്ഗങ്ങളും 42 ഇനങ്ങളിലായുള്ള 243 ടൺ പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുന്നു. ആകെ വിറ്റുവരവുള്ള 4,49,51,859 രൂപയിൽ 89 ലക്ഷത്തോളം രൂപയുടെ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് സമിതിയിലെ 3 കർഷകരാണ്. മുരിക്കങ്ങൽ ഗ്രൂപ്പിലെ PB ജിജേഷ് 45,08,827 രൂപയുടെയും താളൂപ്പാടത്തെ KA ജോമോൻ 23,20,328 രൂപയുടെയും മുരിക്കങ്ങലിലെ തന്നെ KJ ആൻഡ്രു 20,69,402 രൂപയുടെയും വിറ്റുവരവ് നേടി. സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ ഇവരെ പ്രത്യേകം ആദരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ വിറ്റുവരവുണ്ടാക്കാൻ സമിതിക്ക് കഴിയുമായിരുന്നുവെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയും കടുത്ത ചൂടും പച്ചക്കറിയുടെയും നേന്ത്രക്കായയുടെയും ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തോടൊപ്പം നടത്തേണ്ട ബലപരിശോധന റോഡ് നിർമ്മാണത്തിന് ശേഷം നടത്തിയെന്ന് ആരോപണം. പുതുക്കാട് മുപ്പിളിയം റോഡിൽ GVHS സ്കൂളിന് സമീപത്തുള്ള റോഡിലാണ് സംഭവം. കഴിഞ്ഞ ദിവസമാണ് ഈ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കോൺക്രീറ്റ് മിക്സിംഗ് നടക്കുന്ന അതാത് സമയങ്ങളിൽ ചെറിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കി പരിശോധനയ്ക്ക് വെക്കണം. എന്നാൽ ഈ റോഡിന്റെ കോൺക്രീറ്റ് മിശ്രിതത്തിൽ നിന്നും പരിശോധനയ്ക്കായി മാറ്റിവെച്ചില്ലെന്നും പിന്നീട് പരിശോധനയ്ക്ക് വേണ്ടി പുതിയ മിശ്രിതം ഉണ്ടാക്കിയെടുത്തു എന്നുമാണ് ആക്ഷേപം. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇതിൽ പോയപ്പോൾ ഈ റോഡിന്റെ കോൺക്രീറ്റ് നടന്നു. ഇന്ന് വന്നപ്പോൾ ഈ റോഡിന്റെ സാമ്പിളിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ 3 കുറ്റി നടക്കണ്ടായിരുന്നു. അപ്പൊ അയാൾ ചോദിക്കുമ്പോൾ ഈ റോഡിന്റെ സാമ്പിളിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇന്നലെ നടന്ന വർക്കിന്റെ സാമ്പിള് ഇന്നല്ല നടക്കേണ്ടത്, അത് ഇന്നലെ ചെയ്ത മെറ്റീരിയലിൽ നിന്ന് എടുത്ത് ചെയ്യണം. അതാണ് അതിന്റെ ശരി. അപ്പൊ അത് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വർക്കറാണ്, എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. റോഡ് നിർമ്മിക്കുന്ന ഈ കോൺക്രീറ്റ് മിശ്രിതത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെറിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. KVVES ഭദ്രം ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ഫണ്ടുകൾ വിതരണം ചെയ്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് സീനിയർ അംഗം ഭാസ്കരൻ നായർക്കുള്ള മരണാനന്തര ധനസഹായമായ 25,000 രൂപ കുടുംബത്തിന് കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ, സെക്രട്ടറി ജോയ് കാവിൽ, ട്രഷറർ KR ഷിനിൽ, രക്ഷാധികാരി അന്തോണി നമ്പിടിയാടൻ എന്നിവർ സന്നിഹിതരായി. കൂടാതെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് അംഗമായ അജയ്കുമാർ കുപ്ലിക്കാടൻ, ഷീല അജയ്കുമാർ ദമ്പതികളുടെ മകന്റെ വിവാഹത്തിന് ഭദ്രം പദ്ധതിയിൽ നിന്നും വിവാഹ സമ്മാനമായി 1 ലക്ഷം രൂപ നൽകി. ചെക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജകമണ്ഡലം ചെയർമാനും KVVES ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി, നിയോജകമണ്ഡലം വൈസ് ചെയർമാനും യൂണിറ്റ് പ്രസിഡന്റുമായ തിലകൻ അയ്യഞ്ചിറ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ജോയ് കാവിൽ, ജില്ലാ കൗൺസിൽ അംഗവും യൂണിറ്റ് ട്രഷററുമായ KR ഷിനിൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KT ഷാജി, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ലിജോ പോൾ കുന്നൻ, എക്സിക്യൂട്ടീവ് അംഗമായ KP ജോസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. ഇന്റർനാഷണൽ ലെവൽ ക്രോസ് ഡേയോടനുബന്ധിച്ച് വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട്
പുതുക്കാട് ടൗൺ ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലെവൽ ക്രോസിൽ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്തു. സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി, എഞ്ചിനീയർമാരായ VS സുഗു, ആന്റണി T ജോസഫ്, റെയിൽവേ ഉദ്യോഗസ്ഥർ, വൈസ്മൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ ചേലാറ്റ്, സെക്രട്ടറി KL സുരേഷ്, അസോസിയേറ്റ് സെക്രട്ടറി ലോറൻസ്, പ്രൊജക്ട് കൺവീനർ വർഗീസ് കോക്കാടൻ എന്നിവർ സന്നിഹിതരായി. 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ക്യാഷ് പ്രൈസും ഉപഹാരവും നൽകി അനുമോദിച്ചു. ചടങ്ങിൽ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് P തങ്ക, സെക്രട്ടറി ഡോക്ടർ CN നളിനി, ട്രഷറർ ജോസ് തെക്കേത്തല, CN വിദ്യാധരൻ, VK കാർത്തികേയൻ, ഉഷ ലെനിൻ, പീറ്റർ വാഴക്കാല എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ നിയമാവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പ്രിയങ്ക രാജ് ക്ലാസ് നയിച്ചു. അധ്യാപകരായ CP ജോബി, സംഗീത ചന്ദ്രൻ, സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ EP സന്ധ്യ എന്നിവർ സംസാരിച്ചു. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വ്യക്തിത്വ ശുചിത്വം, പരിസര ശുചിത്വം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ആരോഗ്യ പ്രവർത്തക റോസിലി തോമസ് ക്ലാസ് നയിച്ചു. CPI ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുതുക്കാട് മണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ, KM വിനീഷ്, ജയന്തി സുരേന്ദ്രൻ, MA ജോയ് എന്നിവർ സന്നിഹിതരായി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ AC-ക്ക് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയും ആശുപത്രി ജീവനക്കാരും ചേർന്ന് തീയണച്ചു. ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. AC-ക്കുള്ളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. പിന്നീട് അഗ്നിരക്ഷാസേനയെത്തി അപകടാവസ്ഥ ഒഴിവാക്കി. സംഭവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വിഭാഗത്തിലെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി. നിലവിൽ അപകടാവസ്ഥയില്ലെന്നും രോഗികൾ സുരക്ഷിതരാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ പറഞ്ഞു. ശ്രദ്ധയിൽപ്പെടുകയും വേണ്ട എല്ലാവരെയും അത് കൃത്യമായി അറിയിക്കുകയും ചെയ്ത് അങ്ങനെ ഇവിടുന്ന് രോഗികളെല്ലാം നമ്മൾ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സൊസൈറ്റി ഓഫ് വിൻസെന്റ് ഡി പോളിന്റെ നേതൃത്വത്തിൽ 1500-ൽ പരം തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. അതിരൂപത സഹായമെത്രാൻ മാർ ടൂണി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാണ് സമയക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും കൊടകര ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ ശ്വാസകോശ രോഗനിർണയം, നേത്രപരിശോധന, തിമിര രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ 12:30 വരെ മറ്റത്തൂർ കുന്ന് പടിഞ്ഞാറ്റുമുറി സത്യനാരായണ ഭവനിലാണ് ക്യാമ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8075 772440 അല്ലെങ്കിൽ 9567 49766 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് തുടർച്ചയായ 4-ാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 320 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില 73,000 കടന്നു. വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 73,040 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 40 രൂപ വർദ്ധിച്ച് 9,130 രൂപയായി. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സ്വർണ്ണവില 1,680 രൂപയാണ് വർദ്ധിച്ചത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ ടിവിയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസുകളിലെ പരീക്ഷകളിൽ മുഴുവൻ A+, A1, ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ കേബിൾ ടിവി ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്.
അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗം ജൂനിയർ മാത്തമാറ്റിക്സിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ ജൂൺ 9 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. മുൻ പഞ്ചായത്ത് അംഗവും കല്ലൂർ സർവീസ് സഹകരണ ഡയറക്ടർ ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന തട്ടാറ പൗലൂസിന്റെ ഭാര്യ എൽസി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ നടക്കും. റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കരുമാലി രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പെരുമ്പള്ളി ഗിരിജയാണ് ഭാര്യ. രാജി, സജി എന്നിവർ മക്കളും ശ്രീകുമാർ, ഹരിഹരൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ 564 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടി. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ വരന്തരപ്പള്ളി സ്വദേശിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. മലയോരത്തെ നേന്ത്രവാഴ പച്ചക്കറി കർഷകരുടെ കൂട്ടായ്മയായ മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത് 4.5 കോടിയുടെ കാർഷികോൽപ്പന്നങ്ങൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.